പാരമ്പര്യമായിട്ടൊരു സംഗതി ഉണ്ടല്ലോ, അതിൽ നമ്മുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും അതിനെ നിയന്ത്രിക്കാനും അതിനെ സോൾവ് ചെയ്യാനും ഒരു സ്ട്രക്ചറുണ്ട് എന്നുള്ളതിന് അങ്ങനെ ഒരു ബോധ്യം തന്നെ ഇല്ല. അപ്പം വിശ്വാസമൊക്കെ പൊട്ടപ്പോയി. അവർ വന്ന് നന്നാക്കട്ടെ. ഇത് ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മളല്ലല്ലോ ഇവിടുത്തെ വികസനത്തിന് രൂപം കൊടുക്കുന്നത്, ഗവൺമെൻറ്റിൽ. അവർ രൂപം കൊടുക്കുമ്പോഴത്തേക്ക് അവർ കാണുന്നത് അവരുടെ കൾച്ചർപരമായിട്ടുള്ള അവർ പഠിച്ച കാര്യങ്ങളാണ് നമ്മളിലേക്ക് ഇത് ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വേഷം മാറണം, അവൻ്റെ ഭാഷ മാറണം, അവൻ്റെ മറ്റേ കുടിലിൽ നിന്നുള്ള ജീവിതത്തിൽ നിന്നും കെട്ടിടങ്ങളിലേക്ക് വരണം. അങ്ങനെയാണല്ലോ വികസന സങ്കല്പങ്ങൾ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവൻ്റെ ഒരു സത്വം നിലനിൽക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു വികസനം മാത്രമേ ഇതുവരായിട്ടുണ്ടായിട്ടില്ല. ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് ആൾക്കാരിങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരികയാണെങ്കിൽ വരാൻ പറ്റും. ബുദ്ധിമുട്ടാണ്. ആദ്യം എനിക്ക് തോന്നുന്നത് ആദ്യം കാർഡ് ആദിവാസി കൊടുക്കണം, ആദ്യം ചെയ്യേണ്ട സംഭവം അത് തന്നെ. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമത്തിൽ ഈ മറ്റേ 2007 നിയമം ഉണ്ടല്ലോ, ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, അതിൽ ഗവൺമെൻറ് മറ്റേ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 10 ഏക്കർ വരെ ഭൂമി ആദിവാസിക്ക് വിട്ടു കൊടുക്കണമെന്നാണ്. അപ്പോൾ എൻ്റെ കൈവശം എൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം ഒരു 10 ഏക്കർ ഉണ്ടെങ്കിൽ ആ 10 ഏക്കറും എനിക്ക് തിരിച്ചു തരും. അപ്പം അതിന് മേലെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് അവർ എടുക്കും. അവസാനത്തെ എൻ്റെ ആ നിയമം പോലും അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞു. ഗവൺമെൻറ്റിലേക്ക് അത് പരിസ്ഥിതി പ്രവർത്തകരാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അതിന് പ്രശ്നമുണ്ടാക്കി. അത് കോടതി പോയി. കോടതിയിൽ നിന്ന് ഇപ്പം സ്റ്റേ പിൻവലിച്ചില്ലെന്ന് പറയാനായിട്ട്. പക്ഷെ ഇപ്പം അവരുടെ തീരുമാനം 1 ഏക്കർ ഭൂമി തന്നാൽ മതി. ഇവിടെ 25 ഏക്കർ 100 ഏക്കർ 500 ഏക്കറൊക്കെ ഓരോരുത്തരുടെ കൈവശം ഉണ്ടായിട്ട് അതിൽ നിന്ന് ഗവൺമെൻറ് പിടിച്ചെടുക്കണം എന്നുള്ള ആ ഒരു ഫോക്കസ് വരുന്നില്ല, ചിന്ത വരുന്നില്ല. ആ സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ അതിനില്ലായ്മ ചെയ്യാനാണ് ഭൂരിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നത്. ഈ നൂറ്റാണ്ടുകളായിട്ട് ആദിവാസികൾ കാട്ടിൽ താമസിച്ചിട്ട് കാടിനൊന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല. അത് പിന്നെ ഈ കുടിയേറ്റത്തിന്റെ ചരിത്രം തുടങ്ങിയപ്പോഴല്ലേ ഈ കാട് നശിക്കുന്നു, മുട്ടക്കുന്നാവുന്നതൊക്കെ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടപ്പാടിയുടെ കാട് നശിക്കുന്നത് ശരിക്കും ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. അവിടെ എൻ്റെ ചേട്ടന്മാരുടെ പ്രസവിച്ച് കിടക്കുന്ന ആ കാലം വരെ കാരരൊക്കെ വനമായിരുന്നു എൻ്റെ അമ്മ പറയുന്നത്. അവിടെ അപ്പോഴും പുലികളുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ കാട് നശിക്കും. ഇത് ഈ മറ്റേ ഇന്ത്യൻ ഗവൺമെൻറ് രൂപം കൊണ്ട് അപ്പോൾ ഈ രാജാക്കന്മാരുടെ സ്ഥലങ്ങളെല്ലാം ഗവൺമെൻറ്റിലേക്ക് ഇതായല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ സർവേ വന്നപ്പോഴത്തേക്കും കുറച്ച് റവന്യൂ ഭൂമിയായി, ചിലത് ഫോറസ്റ്റ് ഭൂമിയായി. അപ്പോൾ നമ്മളുടെ കൈകളിൽ വളരെ സുഭിക്ഷമായിട്ട് നമുക്ക് ജീവിക്കാൻ കൈമുതലുള്ള ഒരു സംഗതി എല്ലാം ഒരു അതിർവരമ്പ് വന്നു. അവിടെ മുതലേ തുടങ്ങി നമ്മുടെ ഒരു ഇത്. പക്ഷെ അത് നേരെ മറിച്ച് ഇവിടെ വയനാട്ടിൽ നേരെ മറിച്ചാണ്. അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് 47 ശേഷമാണ് ആദിവാസികളുടെ സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഇത് നമുക്കിപ്പോൾ ഈ സമൂഹത്തിലേക്ക് വിളിച്ച് പറയുമ്പോൾ നമ്മൾ വേറെ ഒരു രീതിയിലാണ് ഗവൺമെൻറ് ചിത്രീകരിക്കപ്പെടുന്നത് നമ്മളെ. അപ്പം ഈ ഒരു ബോധ്യം എല്ലാ ആദിവാസി യുവാക്കളിലും സമൂഹത്തിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടായെങ്കിലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ ശരിക്കും അടിമത്തം എന്നൊരു സംഭവം അത് ഇപ്പം പറയാൻ പോലും പാടില്ലാത്ത വാക്കുകളാണ്. എന്നാൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള സത്യം. അതിങ്ങനെയുള്ള ചെറിയ ഇപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്ററി ചെയ്തു. ഈ ചെറിയൊരു ഡോക്യുമെൻ്ററിക്കകത്ത് ഇങ്ങനെയുള്ളൊരു ഐഡിയ വരണം. നമ്മളാരും നേരിട്ട് പറയുന്നില്ല, പക്ഷേ നമ്മളെ ഐഡിയ ഈ ഒരു പ്രോഡക്റ്റിൽ കൂടി അതിപ്പോൾ 1-2 TV-കളിൽ കൊടുത്തു, അല്ലെങ്കിൽ 10 സ്കൂളുകളിൽ കാണിച്ചു, 10 പേര് ഇതിനെ കുറെ അറിഞ്ഞു, ചർച്ച ചെയ്തു, ധാരാളം മതി. കുറുമ്പ മേഖലയ്ക്ക് അത്ര ബാധിച്ചില്ല, കാരണം കയ്യേറ്റം നടന്നില്ല.
പക്ഷെ ഇപ്പം കയ്യേറ്റം ഇപ്പം നടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ഇപ്പം VSS വരുന്നു, EDC വരുന്നു. ഇവരെല്ലാം അവരെ വികസനം എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. ഇപ്പം തന്നെ ഓരോ ഇതായിട്ട് കോർ ഏരിയ, ബഫർ സോൺ, അങ്ങനെ തിരിച്ച് അവരെ ഇങ്ങനെ അവരെ ഒരു എന്താ പറയുക, ഒരു ഇതായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്, വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീഡം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചില ആൾക്കാർക്കെങ്കിലും ബോധ്യമുണ്ട്, ചിലവർക്ക് തീരെ ബോധ്യമില്ല. കാരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ വികസനത്തെ നിങ്ങൾ തടുക്കുകയാണെന്ന് നമ്മുടെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത്. നമ്മളൊരു ലൈബ്രറി ബൈജു എന്ന് പറയുന്ന കക്ഷി വന്നല്ലോ, ഇനിയിപ്പോ അയാള് വേറെ എങ്ങും പോകാതെ ഈ ഒരു സ്ഥലത്ത് വന്നാൽ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ, ആചാരപരമായിട്ടുള്ള കുറെ സാധനങ്ങൾ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 10 പേര് വന്നെന്ന് വെച്ചോ, ഒരു മാസം 10 പേര് വന്നു. ഈ 10 പേരെ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കും? അത് കുറച്ച് ആഴമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പം നമ്മളിപ്പം സാധാരണ അങ്ങനെയുള്ളവർക്ക് മെറ്റീരിയൽസ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വെച്ചിട്ടുള്ള സാധനം തന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിൽ സാധനങ്ങൾ ഇല്ലാതെ വീണ്ടും ഇത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതൊരു ചൂഷണമെന്ന് മാസ്റ്റർ കരുതുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സാധനം കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ലഭ്യത സാധനം കുറയുമല്ലോ. അപ്പോൾ അത് ചൂഷണമായിട്ട് അതിനെ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ 2 രീതി പറയാം. ഒന്ന്, നിങ്ങൾ 50 രൂപ കൊടുക്കും, അങ്ങനെയാണ് പറയാം. അത് വേറൊരു രീതി പറയുന്നത്, ഇപ്പൊ എൻ്റെ അപ്പനപ്പൂപ്പന്മാര് ഉണ്ടാക്കിയ ഒരു പാട്ടായത്, എനിക്ക് അതിനകത്തൊരു അവകാശമില്ല, അതുപോലെ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവകാശമുണ്ട് എന്ന് വേണം പറയാം. അതല്ല, നിങ്ങളിതെടുത്തോ, പക്ഷെ നിങ്ങൾ എൻ്റെ പേര് പറയണം, അല്ലെ ഇത് വെച്ചിരിക്കുന്ന പേര് പറയണം, ഇത് പാടിയ ആളിൻ്റെ പേര് പറയണം, എവിടെ അതെല്ലാം എഴുതുന്നോ അതെല്ലാം പേര് പറഞ്ഞിരിക്കണം, ഇന്ന സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ആണെന്ന് പറഞ്ഞിരിക്കണം. നിങ്ങൾ എവിടെ ഇത് സാധനം പബ്ലിഷ് ചെയ്യുന്നോ അല്ലെ എവിടെ പറയുന്നോ അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ പല രീതിയിൽ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റും, തടയിടാൻ പറ്റും. അപ്പോൾ എങ്ങനെ വേണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, എനിക്ക് പറയാനുള്ള അവകാശമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് സാവകാശം തന്നെ മാഷ് ഒന്ന് എല്ലാവരോടും ഒന്ന് ആലോചിച്ചിട്ട് മാഷിൻ്റെ ഞാനിത് മനോജ് മാഷിൻ്റെ അടുത്ത് ഈ സംഗതി ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു ഇത് വന്നപ്പോൾ ഞാൻ ചർച്ച ചെയ്യാറ്. മനോജ് അത് നമ്മുടെ ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഒരു സാധനം എടുത്ത് അത് നമുക്ക് അവരുടെ കൈവശമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരിലേക്ക് വേറെ ആൾക്കാർ വരും. തീർച്ചയായിട്ടും. അപ്പോൾ അവരിലേക്ക് വേറെ ആൾക്കാർ വന്ന സാധനങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ആദിവാസി വന്നു, എനിക്കിത് ഇന്ന സാധനം കാണണം, നിങ്ങൾക്ക് കാണിയ വേണം, അത് വേണമെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ള ബാധ്യത ഇല്ലേ? അതല്ലെന്നുണ്ടെങ്കിൽ കാണിക്കാനുള്ള ബാധ്യത ഇല്ലേ? തീർച്ചയായിട്ടും കാണിക്കണം. അപ്പോൾ എവിടെ തടയിടണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാണിക്കണം. പക്ഷെ കൊടുക്കുമ്പോഴാണ് കുറച്ചത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താണ് ചെയ്യുന്നത് അത് വളരെ കാര്യമായിട്ട് ആലോചിക്കണം. ഇതുവരെ എല്ലാവരും ഇതുവരെ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇപ്പൊ ഈ സാധനങ്ങളെല്ലാം ആർട്സിന്റെ സാധനമാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം മാഷിന്റെ അല്ല, ഒരിക്കലും അല്ല, അത് ഓർഗനൈസേഷൻ്റെ സാധനമാണ്. അതേ അങ്ങനെ വേണമെങ്കിൽ ഒരു പോളിസി നമ്മൾ ഉണ്ടാക്കണോ, എല്ലാവരുടെയും കൂട്ടൊരു പോളിസി ഉണ്ടാക്കണോ, അതോ അങ്ങനെയല്ല. ഇപ്പൊ എൻ്റെ സാധനമൊന്നും അല്ലത്, അല്ല ഓർഗനൈസേഷൻ്റെ സാധനമൊന്നും അല്ലത്. ഇത് എടുത്ത അവിടെ നമ്മൾ ഫോട്ടോ എടുക്കപ്പെട്ട ആളിൻ്റെ അവകാശമാണോ എന്ന് പറയണോ, എങ്ങനെ വേണോ എന്നുള്ള ആലോചിക്കണം. എൻ്റെ ഒരു മനസ്സിലുള്ള ഇങ്ങനെയാണ്. നമ്മളിപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൊരു പങ്ക് അവർക്കുണ്ട്, ഓൾറെഡി ഉണ്ട്. ഒരു കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന പോലെയൊക്കെ സംഗതികൾ അത് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു ലൈബ്രറി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലൈബ്രറിക്ക് ഒരു അവകാശം അവർക്കും ഉള്ളതാണ്. തീർച്ചയായിട്ടും മൊത്തത്തിൽ. അപ്പോൾ അത് എനിക്കും സ്വന്തമാണ്, എനിക്ക്
ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്കും എൻ്റെ കൂടി അവകാശം ഇപ്പം എൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തത്തിലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതാണ്, അങ്ങനെ പറയാത്തതാണ് ശരിക്കും ആദിവാസിയുടെ കമ്മ്യൂണിറ്റിയുടെ തന്നെ നിലനിൽപ്പ്. പണ്ടത്തെ ഒരു രീതി അതാണ്, ആരുടെയും സ്വന്തമല്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലം ഇന്നും അനുഭവിക്കുന്നുണ്ട്. കാരണം ഭൂമിയെ അത്തരത്തിൽ ചിന്തിച്ചത് കൊണ്ടാണ് കുറേയെല്ലാം ഇതായി പോയത്. കാരണം ഭൂമിയുടെ അത് ശരിക്കും ആദിവാസിയുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗം, ശരിക്കും അടിത്തറ അതാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്ന സാധനം എൻ്റെ സ്വന്തമല്ല, അതിൽ ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. എനിക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എനിക്ക് സംരക്ഷിക്കാൻ പെടേണ്ട ഒരു സാധനമായിട്ട് കരുതിയിരുന്നില്ല. അപ്പോൾ കാട്, അതിനൊരു സമൂഹത്തിന് ജീവിക്കേണ്ട ഒരു അതിർവരമ്പം ഉണ്ടായിരുന്നു, അത് ഓക്കെ. പക്ഷെ അത് അവരുടെ എല്ലാവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംഗതിയായിരുന്നു. അപ്പം അങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ അതിർവരമ്പ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കാതെ പോയി. അപ്പം വീണ്ടും ആ ചിന്തയിലായിരുന്നു. മറ്റേ സർവേ വന്നപ്പോഴും കഴിഞ്ഞതിന് ശേഷവും ആ ഒരു മൈൻഡിലായിരുന്നത് കൊണ്ടായിരിക്കും ഭൂമി കുറേയെല്ലാം നഷ്ടപ്പെട്ടത്. എനിക്കതാ തോന്നിയത്. അതിന് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുമ്പോൾ ഇപ്പോൾ അട്ടപ്പാടി ആദിവാസികളുടെ എല്ലാം ഒരു സംഗതിയാണ്. അത് ആ തരത്തിൽ വേണം പബ്ലിഷ് വരേണ്ടത്. ഇപ്പം എല്ലാ എൻ്റെ ഒരു മേൽനോട്ടത്തിൽ നടക്കുന്നത് കൊണ്ട് എൻ്റെ ആകണമെന്നില്ല. അങ്ങനെ തന്നെയാണ് വളർത്തേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിലും നമ്മുടെ ആളുകളുടെ ഇടയിലാണെങ്കിലും ഒരു ഊരിലാണെങ്കിലും അതിൻ്റെ ഒരു തടയണ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നിയമമില്ലാതെ, നിയമലംഘനമില്ലാതെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നാണ് എൻ്റെ ഒരു, ഞാനിപ്പം പെട്ടെന്ന് ആലോചിച്ചാൽ അതിനങ്ങനെ തന്നെ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർക്കൊരു സാധനം കൊണ്ടുപോയി, ഇപ്പം 10 പേരുടെ സാധനം ഒരാൾക്ക് കൊണ്ടുപോയി വേണമെങ്കിൽ കൊണ്ടുവന്ന് തിരിച്ചു തരാം, അതങ്ങനെ ചെയ്യാം. ആ സ്ഥാനത്ത് അയാൾക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുത്തയക്കാൻ പറ്റില്ല. അതിനങ്ങനെ ചെയ്യണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചെയ്യാൻ ആളുണ്ടെങ്കിൽ പോലും അവർക്കതിൽ ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്. അത് സൂക്ഷിക്കാനുള്ള കടമയും അവർക്ക് ബോധ്യത്തിൽ നിന്ന് വേണം അത് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫോട്ടോ എടുത്താലും അയാൾക്ക് ഇപ്പൊ ഫോട്ടോയുടെ നേരിട്ടുള്ള ഒരു കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് 10 പേർക്ക് അതേ ക്വാളിറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അത് അവിടെയും ഈ തടയിടണോ അതോ നമ്മള് അല്ല ഇങ്ങനെ ഇപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് അപ്പോഴും ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കറിയില്ല ഈ സംഗതി കൊണ്ട് എന്താ ഇതിന്റെ വാല്യൂ, ഒരു ഫോട്ടോയുടെ വാല്യൂ എന്താണെന്ന്, അത് പുറത്തു പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അവർക്കറിയില്ല. അറിയാത്ത കൊണ്ട് ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഒരുത്തന്റെ കൈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ പോകുന്നത് ആർക്കും പറയാൻ പറ്റില്ല. ഇത് ആദിവാസികളെ വിളിച്ചുകൊണ്ട് ഇവിടെ വൻകിട പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിട്ട് കുറേ കാശ് അവർ കൊണ്ടുപോയി ആദിവാസികളുടെ കല്ലിൽ അടിച്ച് കെട്ടിയിട്ട് കാര്യമില്ലാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് പുള്ളി അവസാനം പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞു തീർന്ന അവിടെ നിന്നൊരു നല്ലൊരു കുട്ടി, ആദിവാസി സ്ത്രീ മയക്കി കയറി പറഞ്ഞു, ആദിവാസിയുടെ വികസനം ഇപ്പോൾ കേട്ടത് ഇതേപോലെയാണ് ഇവിടെ വയനാട്ടിൽ നടത്താൻ വരുന്നതെങ്കിൽ നിങ്ങളുടെ മുട്ടുകാർ തല്ലുപിടിക്കുന്നത്. ഇങ്ങനെ തന്നെ പറഞ്ഞു അവൾ സംസാരിച്ചു. ഈ ചുരം കയറി വരണ മുട്ടുകാർ തല്ലുപിടിക്കുന്നത് അങ്ങനെ പ്രശ്നമാക്കി മുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു 6 മാസത്തേക്കും കൂടി നീട്ടി കിട്ടിയെന്നാണ് പറയുന്നത് കേട്ടത്. അവിടെ നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു അവിടെയാണെങ്കിൽ ആദിവാസികളെ വെച്ചുകൊണ്ട് തന്നെ ആദിവാസികൾ പ്രൊജക്റ്റ് നടത്തണം, എന്നാൽ ഇവിടെ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അത് ആദിവാസി പറയണ പോലെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാനാണെങ്കിൽ കൊണ്ട് വരേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പേര് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എങ്കിൽ കയറിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. തൽക്കാലം വയനാട്ടിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരുത്തായിരുന്നു എന്തും ചെയ്യപ്പെട്ടാണ്. നിമ്മതിൽ 47 കുടുംബത്തെ
47 കുടുംബത്തിൽ അച്ഛനല്ല രണ്ടാൾ വെച്ച് കൂടി 47 വെച്ച് 90-97 ആളുണ്ട്. ഈ വീട്ടിൽ ഇരിക്കുവാറ അതിൽ 47 ആൾ എന്താ എനിക്ക് പേര് വരാം പിന്നെ വര മാട്ടാടാ എന്താ വരാതെ വരെ പറ്റാൻ 47 കുടുംബം ഉണ്ട് ഇതില് 10-60 കുടുംബം ഉണ്ട്. അതിൽ കൂരൊക്കെ 40 അതിന് ചൊല്ലി കാര്യമല്ല. ഊർക്കാരെന്ന് சொன்னா മലയിൽ இருந்தாலும் ശരി വരയിലിരുന്നാലും കാടിരുന്നാലും കരയിലിരുന്നാലും ഊർക്കാരത്തേക്കോ അതല്ല ഞാൻ சொல்றேன் അത് നിന്നോട് വരിക എങ്ക വരിക എന്നോട് പറയാനാക്കി ഗവൺമെന്റുമായിട്ട് മൽപിടിക്കാൻ പറയണോ മനസ്സിലാട്ടോ എനിക്ക് പറയണ്ടാവും. അല്ലാതെ ഗവൺമെന്റ് എടുത്താൽ നിമ്മ ഇതായ അച്ഛ തരാതെ നമ്മ എന്നാക്കല പണക്കാരെന്തെങ്കിലും ಇದಕ್ಕೆ ಬಂದ ವಿಕಸನ ಪ್ರವರ್ತನೆ ವೇತನೋട് കാട്ടി ഓരോ കുടുംബക്കും ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിരിക്കുക ഗവൺമെന്റ് മനസ്സിലാട്ടോ. ഈ ലക്ഷക്കണക്ക് രൂപ ഇത് ബാങ്കിലിട്ട് വെച്ചിട്ടുണ്ടാക്കി നമുക്കെല്ലാം ഇത് തെണ്ടി നടക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ കാശ് ബാങ്ക് പറ്റും അതാക്കും അതൊക്കെ ആക്കും. ഞാൻ சொல்றேன் 47 ആള് എനിക്ക് കൂടുന്നു നീമ നടക്കാതെ ഞാൻ നടക്കട്ടെ എവിടെ കിട്ടി കൂരൊക്കെ കൊടുത്തക്കാറ് എവിടെ കൂര കൊടുത്താറ് കൂരൊട്ട് പിന്നെ കെട്ടിക്കല്ലാ അത് വെറുതെ കെട്ടി ഇട്ടാ മതി അത് വേല പണി പൂർത്തിയാക്കാവട കെട്ടി ഇട്ടിട്ടുണ്ട് ഉള്ള മെമ്പർ എടുത്ത എല്ലാവർക്കും ചെയ്ത് ഇപ്പൊ അതെല്ലാം சொல்றாங்க. അവർ சொன்னது എന്താ സുസ്ഥിരമായിട്ടുള്ള വികസനം ആദിവാസികളിൽ നടത്തുകയെന്നാണ് ചൊല്ലിക്കാണ്. സുസ്ഥിരമായിട്ടുള്ള വികസനം ചെന്നാൽ എന്താ തരും എന്തോ സാമ്പത്തികമായിട്ട് ആവശ്യം എന്താ പോടും എന്തോ നല്ല കൂര പോടും പിന്നെ നല്ല വിദ്യാഭ്യാസം പോടും പിന്നെ നല്ല കുടിനീർ പോടും പിന്നെ സാമൂഹിക വ്യവസ്ഥ നല്ലത് പോടും പാരമ്പര്യമായിട്ടുള്ള കൃഷി നമ്മൾ നല്ല കൃഷി സംവിധാനം പോടും ഇതെല്ലാം ഇറക്കതാ ഇതെല്ലാം ചെയ്ത് കൊടുക്കാൻ എന്താക്കി വേഗം വന്നതാണ് എവിടെ കിട്ടി അത് കിട്ടിയിട്ടുമില്ല കണ്ടിട്ടുമില്ല അത് കിട്ടിയിട്ടുമില്ല ഗവൺമെന്റിൽ വന്നതെന്ന് ചില പേര് മാത്രമുണ്ടോ ഇത് ആദിവാസിയൊക്കെ മുടുകാതെ ഇതില് 187 പിന്നൊന്ന് ചോദിച്ചു ഞാൻ 187 ഊരുകളുണ്ട് അട്ടപ്പാടിയിൽ മൊത്തം. എല്ലാം 3 ഗ്രൂപ്പും ചേർന്ന് 3 കമ്മ്യൂണിറ്റിയും കൂടിയിട്ട്. അപ്പൊ അതില് 11 വീടുകള് 11 ഊരുകളെ ഇപ്പൊ 12 വീട്ടിൽ കൂട്ടി 12 ഊരുകളാണ് ഇവിടെ ഊര് വികസനത്തിന്റെ ഭാഗമായിട്ട് കുടിലുകൾ നിർമ്മിച്ചിട്ടുള്ളത് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ബാക്കി ഇങ്ങ് കിടക്കുകയല്ലേ 12 എവിടെ ഇരിക്കുന്നു 187 എവിടെ ഇരിക്കുന്നു. അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ സുസ്ഥിരമായിട്ടുള്ള സമ്പൂർണ്ണ ഊര് വികസന പദ്ധതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതേ മാഷേ അത് വേറൊരു സംഭവം ഞാൻ പറയാം. നമ്മൾ ഊരുകളിൽ പോകുമ്പോൾ നമ്മുടെ ഒരു വികസന കാഴ്ചപ്പാട് നമ്മൾ കാണുന്നതും ഇങ്ങനെയാണ്. എന്നാൽ നമ്മൾ ഊരുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആൾക്കാരായിട്ട് ചോദിക്കുകയാണ് നിനക്ക് ആ വീട് വാസയോഗ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയും പുല്ലുവീടിനേക്കാളും നല്ലതല്ലേ അങ്ങനെ ആ ഒരു എന്നാലും അവരുടെ ആ വികസന മാതൃക എന്നൊരു സങ്കല്പം ഉണ്ടല്ലോ ആ സങ്കല്പത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ബോധ്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം എങ്ങനെ അവരെക്കുറിച്ച് എന്താണ് വികസനം നമ്മൾ ഏതെല്ലാം മേഖലയിലാണ് വികസനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം അവരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവില്ല. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു തന്നൊരു കാര്യമില്ലല്ലോ അവർക്ക് കൂടി തോന്നണ്ടേ എൻ്റെ വീടും ചെറുതായി പോയി എന്ന്. അങ്ങനെ 2 പ്രാവശ്യം 2 ആൾക്കാരെ കണ്ട് പറഞ്ഞപ്പോഴാണ് അവർക്ക് അതിൻ്റെ ബോധ്യം വരുന്നത്. നമ്മളെവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒച്ചിട്ട് വന്നിട്ട് കാര്യമില്ല. ഇവര് പറയാൻ സന്നദ്ധരായിരിക്കും അത് തന്നെയല്ല. പക്ഷെ ഞാൻ സംസാരിച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞില്ല അപ്പം എൻ്റെ വീട്ടിലേക്ക് ആൾ പോയി വീട് പോയിട്ട് അളക്കുകയാണ് അവര്. അങ്ങനെയൊക്കെ സംഭവിച്ചു. വീട്ടിൽ കയറി റൂമൊക്കെ കൃത്യമായിട്ട് അളന്നു. അപ്പോൾ എന്നിട്ട് അവസാനം അവർ പറഞ്ഞതെന്നറിയാം അത് മറ്റേ കക്കൂസ് വന്നത് കൊണ്ടാണ് റൂം ചെറുതായി പോയെന്ന് അവർ പറയണത്. എന്നാൽ കക്കൂസ് കെട്ടാൻ എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഫണ്ടില്ലായിരിക്കും. മനുഷ്യന്മാര് ശരിക്കും നമ്മൾ എന്താണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായാലും നമുക്ക് ശരി